വീടിൻ്റെ ഏകദേശം സൈഡിലായിട്ടോ ഈ ഒരു തന്നെ മുഴുവനും മെഡിക്കൽ പ്ലാന്റ്സ് വെച്ച് നിറഞ്ഞേക്കാട്ടോ. അതാ ഇത് എല്ലാവർക്കും മെയിൻലി അറിയാവുന്ന വലിയ ഇല അതാ ഇത്ര ഉണ്ടല്ലേ. എൻ്റെ അനിയത്തിനെ കയറ്റി പൊതിയാനുള്ള സ്ഥലം ഉണ്ടിട്ട്. അനിയത്തിക്ക് ഇതിലിരിക്കാൻ നല്ല ഇഷ്ടം കേട്ടോ. പക്ഷെ താരെ പോകുന്നുള്ളൂ കേട്ടോ. നല്ലതാട്ടോ ഈ ഇല. എനിക്ക് കുറേ ഉണ്ട്. എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും മുകളിലായിട്ടോ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. വലിയതായതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ കൺവേർട്ട് ആയിട്ട്. പിന്നെ അത് ഓരോരോ ഔഷധ ചെടികളാണ്. പനിക്കൂർക്ക എന്നാണ് ഈ ഒരു ചെടി. ചിലതൊക്കെ എനിക്ക് അറിവുള്ളൂ. പിന്നെ മറ്റേ മുളകില്ലേ അതിൻ്റെ ആണെന്ന് തോന്നുന്നു. കുറേ ഉണ്ട് കേട്ടോ. ഇത് വലിയ ചെടിയാണിത്. പിന്നെ ഇത് മുഴുവനും പനിക്കൂർക്കയുടെ ഒരു ലോഗോ കേട്ടോ ഈ സാധനം. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ പിന്നെയും കുറേ ഔഷധ ചെടികളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെയുള്ളൊരു മെത്തേഡ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടെന്നാണ് കണ്ടേക്കുന്നത് കേട്ടോ. പിന്നെ ഈ കാണുന്ന മുഴുവനും പനിക്കൂർക്ക വെച്ച് കൺവേർട്ട് ചെയ്ത്. പിന്നെ ആ മുളക് കണ്ടോ, ആ മുളക് ചെടി മാത്രമാണ് വെച്ചിട്ട് കാണുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിലും ഉണ്ട് ധാരാളം മെഡിക്കലായിട്ടുള്ള പ്ലാന്റ്സ്. ഇതിൻ്റെ മുമ്പിൽ തന്നെ ഇത്രയും വലിയൊരു മാവ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് തന്നെ തെങ്ങ്, പിന്നെ വാഴ, പിന്നെ ഈ കാണുന്നൊരു വലിയ എന്തിനാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള സ്റ്റെമ്പും ഇത്രയും കൺവേർട്ട് ചെയ്യുമ്പോൾ പോയതാ ഈ കാണുന്ന ഗ്രാസും വാഴത്തോട്ടവും. ഇത്രയും ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലം. തുമ്പി വറക്കണ കാണാൻ ഇഷ്ടമുള്ളവരുടെ ഇപ്പോൾ കാണാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. എനിക്കിത് ഹൈലൈറ്റൊക്കെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടെ ഒരു സാധാരണമായ സംഭവങ്ങളാണ്. എൻ്റെ അടുത്ത് തന്നെ ഇതുപോലത്തെ ഒരു പോസ്റ്റും വെച്ചൊക്കെ ഉണ്ടാകും. വെറുതെ ചാരി കൈകളൊക്കെ ഇങ്ങനെ കാണാനായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്ഥലത്ത്. ഞാൻ എൻ്റെ മെഡിക്കൽ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലം.